ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ 5ാമത്തെ ലാബ് ക്ലാസ് ആണ്. ഈ 5ാമത്തെ ലാബ് ക്ലാസ്സിൽ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് കഴിഞ്ഞ ലാബ് ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചെയ്തു. വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ വിത്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ക്വിസുകളോ ടെസ്റ്റുകളോ ഒന്നും അല്ല. ഈ പർട്ടിക്കുലർ ലാബിൽ നമ്മൾ 2 ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ഗ്രൂപ്പായിട്ട് ഇല്ലാത്തത് കാരണം നിങ്ങൾ വീട്ടിൽ ആക്ടിവിറ്റി ചെയ്തിട്ട് നോട്ട്ബുക്കിലേക്ക് അത് എഴുതുക. ഓക്കെ, നൗ കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ 3 ടോപ്പിക്സ് എടുത്തു. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്. അതിനുള്ള ആക്ടിവിറ്റീസ് ആണ് കഴിഞ്ഞ ലാബ് ക്ലാസ്സിൽ ഞാൻ തന്നത്. ഇന്നിനി വി ആർ ഗോയിങ് ടു ഡു ദ ലാസ്റ്റ് 2 ടോപ്പിക്സ്. ദ ലാസ്റ്റ് 2 ടോപ്പിക്സ് ആർ ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആൻഡ് മിസ്കമ്മ്യൂണിക്കേഷൻ. ഈ 2 ടോപ്പിക്കാണ് നമുക്കുള്ളത്. സിമ്പിൾ ആണ്, ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ആദ്യത്തെ പാർട്ട് എ സെക്ഷൻ്റെ അകത്ത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ പർട്ടിക്കുലർ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ബാരിയേഴ്സ്? ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പം നമ്മുടെ സംസാരം തമ്മിൽ മനസ്സിലാകാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കമ്മ്യൂണിക്കേഷന് ബാരിയേഴ്സ് ആണ്. ഓക്കെ, സം ബാരിയേഴ്സ് ആർ ഫിസിക്കൽ. ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് കാണാനും ആ ഫിസിക്കൽ പ്രശ്നത്തിനെ മാറ്റാനും കഴിയും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ നിന്ന് അലക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണേലും നിങ്ങൾ 2 റൂം അപ്പുറമായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേൾക്കില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാനായിട്ട് കഴിയുന്ന? ആ ഫിസിക്കൽ ബാരിയറിനെ മാറ്റണം. കതക് തുറന്ന് നിങ്ങൾ കേൾക്കാൻ പറ്റുന്ന ദൂരത്ത് വന്ന് നിന്ന് വേണം ഞാൻ സംസാരിക്കാൻ. ഓക്കെ, ദാറ്റ് ഇസ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബാരിയറാണ്. ഒരു വോൾ അല്ലെങ്കിൽ ഒരു ഡോറ്, അങ്ങനത്തെ കാര്യം. ഇനി സപ്പോസിങ് ഭയങ്കര ശബ്ദമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ ആയിരിക്കുമ്പോൾ നോയ്സ് ആണ് നമ്മുടെ ബാരിയർ. അപ്പോൾ ആ നോയ്സിനെ മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഫിസിക്കൽ ബാരിയേഴ്സ് ആണ് ഇങ്ങനെ ഈ പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് സെമാൻറ്റിക്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, കാരണം ഞാനും നിങ്ങളും ഒരേ ഭാഷയല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സ്ലാങ്സ് ഉപയോഗിക്കുന്നു, റീജിയണൽ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരാളിനെ ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് മാനസികമായിട്ട് അയാൾ പറയുന്നത് ശ്രദ്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെനിക്കൊരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ബാരിയറാണ്. ഓക്കെ, അപ്പം അവർ നമ്മളോട് സംസാരിക്കുമ്പോഴും അവർ നമ്മളെ വേറൊരു രീതിയിലാണ് കാണുന്നതെങ്കിൽ അവരുടെ സംസാരം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകണം എന്നില്ല. ദാറ്റ് ഇസ് ആൻ സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ബാരിയർ. പിന്നെ കൾച്ചർ. ഓക്കെ, ഞാൻ ഇന്ത്യനാണ്, കേരളത്തിൽ നിന്നാണ്. എൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ നിന്നുകൊണ്ടാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും സംസാരിക്കുന്നത്. വേറൊരിടത്ത് ചെന്നിപ്പോൾ ഞാൻ ജപ്പാനിൽ ചെല്ലുവാണെന്ന് വിചാരിക്കുക, എന്നിട്ട് ഞാൻ എൻ്റെ ഈ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ അവർക്ക് ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, ദാറ്റ് ഇസ് കൾച്ചറൽ ബാരിയർ. ഓക്കെ, പിന്നെ ഉള്ളത് ജെൻഡർ ബാരിയർ. ജെൻഡർ ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇൻ ജനറൽ ജെൻസും ലേഡീസും അവരുടെ ഫോക്കസ് ഡിഫറെൻ്റാണ്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ കൂടുതലും ജെൻസ് അവർ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫാക്ട്സേലാണ്. ഓക്കെ, ഫാക്റ്റ്, ശരിക്കും നടന്ന കാര്യങ്ങൾ, സമയം, അതിൻ്റെ തീയതി, എത്ര പൈസ ചിലവായി, അങ്ങനെ ഫാക്റ്റേലാണ് അവരുടെ കോൺസെൻട്രേഷൻ എന്ന് പറയും. പക്ഷേ ലേഡീസ് പലപ്പോഴും ഇതേ സെയിം കാര്യം കേൾക്കുന്നത് ഈ ഫാക്ട്സ് ഒന്നുമല്ല, ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പേഴ്സണലായിട്ട്, ഇമോഷണലായിട്ട്, സൈക്കോളജിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് അവർ കേൾക്കുന്നതും മനസ്സിലാക്കുന്നത്. സോ ആ ഒരു ജെൻഡർ പ്രീഡിസ്പൊസിഷൻ ജെൻഡറിനുള്ളത് കാരണം 2 പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് അവർ ഒരേ കോൺവെർസേഷൻ കേൾക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നതും അതിൽ നിന്നും ഗ്രഹിക്കുന്നതും 2 ഡിഫറെൻറ്റ് തിങ്സ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അവരുടെ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ്, ഫോക്കസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ബാരിയേഴ്സ്. ഇത് പലപ്പോഴും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഫിസിക്കൽ, സെമാൻറ്റിക്, സൈക്കോളജിക്കൽ, കൾച്ചറൽ, ജെൻഡർ. ഓക്കെ, നൗ
ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവാം. ആദ്യത്തേത് ഫിസിക്കൽ ബാരിയർ. ഓക്കെ, ഓബ്ജക്ട്സ് ഒബ്സ്ട്രക്റ്റിംഗ് വ്യൂ ഓർ ഐ കോണ്ടാക്ട്. ഓക്കെ, എന്നെ നേരിട്ട് കാണാൻ കഴിയുന്നില്ലാത്ത ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ ഡിഫിക്കൽട്ടി ഉണ്ടാകും. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഓബ്ജക്ട്സ്. നമുക്ക് ആ പർട്ടിക്കുലർ ഓബ്ജക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ അടച്ചാൽ ഇരിക്കുന്നത്, കഥ തുറന്ന് എനിക്ക് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ട് എൻ്റെ വേർഡ്സ് ക്ലിയർ ആയിട്ട് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഓക്കെ, അങ്ങനെ ആ ഓബ്ജക്റ്റിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് ഏത് ഓബ്ജക്റ്റ് ആണോ അതിനെ എടുത്ത് മാറ്റാൻ നമുക്ക് കഴിയും. ഓക്കെ, ഇനി ഓബ്ജക്ട്സ് ദാറ്റ് അഫക്ട് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട്. ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ഇപ്പം നമ്മൾ ഇന്റർനെറ്റിൽ കൂടെ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ലെക്ചേഴ്സ് മാത്രമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ എടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 തവണ ക്ലാസ് എടുത്തപ്പം ഞാൻ ഔട്ടായി പോയി, എന്നിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുക. ഓക്കെ, സോ അതെന്തിന്റെ പ്രശ്നമാണ്? അത് ശരിക്കും ഓബ്ജക്റ്റ് ഒബ്സ്ട്രക്ട് ചെയ്യുന്നതല്ല, ട്രാൻസ്മിഷന്റെ പ്രശ്നമാണ്. ഓക്കെ, നമ്മുടെ ഇന്റർനെറ്റ്, എൻ്റെ ഇന്റർനെറ്റ് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് പറ്റുന്ന ഒരു പ്രശ്നമാണ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ആയിട്ട് അയച്ചു തരുന്നത്. അപ്പം ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ ആ ഫിസിക്കൽ ബാരിയർ, ട്രാൻസ്മിഷനിലൂടെ ഉണ്ടാകുന്ന ഫിസിക്കൽ ബാരിയറിനെ ഞാൻ എടുത്ത് മാറ്റി. ഇതേപോലെ ഉള്ള ഒരു ഡിഫിക്കൽട്ടിയാണ് നോയിസ്, ശബ്ദം. ഭയങ്കര ശബ്ദം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മനസ്സിലാകണം എന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, ദാറ്റ് ഇസ് ഫിസിക്കൽ ബാരിയർ. ദ നെക്സ്റ്റ് ഇസ് സെമാൻറ്റിക് ബാരിയർ. സെമാൻറ്റിക് ബാരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെമാൻറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം ഇസ് മീനിങ്. ഓക്കെ, സെമാൻറ്റിക് ഇൻ ദ വേർഡ് മീനിങ് ഇസ് മീനിങ്. ഓക്കെ, ഒരാൾ പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാതെ ഇരിക്കുമ്പോഴാണ് അതൊരു സെമാൻറ്റിക് ബാരിയർ എന്ന് നമ്മൾ പറയും. നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാണ് ദ മീനിങ് ഓഫ് ദ മെസ്സേജ്. അതുകൊണ്ടും കൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഭയങ്കര സ്പീഡിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല, ഭയങ്കര സ്ലോ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഒരു മീഡിയം ആയിട്ടുള്ള ഒരു സ്പീഡിൽ വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. അതേപോലെ തന്നെ കീപ് അവർ സെന്റൻസസ് സ്മോൾ ആൻഡ് സിമ്പിൾ. ഓക്കെ, ഒത്തിരി വാക്കുകൾ ഉപയോഗിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രക്ചർ ഇല്ലാതെ നമ്മൾ സംസാരിക്കുവാണെന്നുണ്ടെങ്കിൽ ആർക്കും നമ്മൾ പറയുന്നത് മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ തന്നെ ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, നോർമലി നമ്മളൊരു ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ. അപ്പം ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ തവണയും നമ്മൾ പറയണം, റിപ്പീറ്റ് ചെയ്ത് പറയണം. അത് കൂടാതെ മൾട്ടിപ്പിൾ സോഴ്സസിലൂടെ ഇവർക്കിത് കാണത്തക്കോണം വേണം നമ്മൾ പറയാൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് PPT കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ സെന്റൻസുകൾ വായിക്കാം. അതിന്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കത് കേൾക്കാം. ഇത് കൂടാതെ ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഈ മെറ്റീരിയൽ എല്ലാം അപ്ലോഡ് ചെയ്ത് തരുന്നുമുണ്ട്. പിന്നീട് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ടുള്ള റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റുകൾ നടത്തും. ഓക്കെ, ഈ ടെസ്റ്റുകൾ നടത്തുമ്പോഴും എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ സെമാൻറ്റിക് മീനിങ് മനസ്സിലാക്കാതെ വരുന്നതിന് സാധാരണഗതിയിൽ റീസൺസ് പലതുണ്ട്. അതിൻ്റെ ചില റീസൺസ് ആണ്. ഒന്ന്, വാക്കുകളുടെ അർത്ഥം. ഒരു സ്ഥലത്ത് ഒരു വാക്കിന് ഒരു പർട്ടിക്കുലർ അർത്ഥമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രേസിന്, ഒരു പീസ് ഓഫ് സെന്റൻസിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കും. വേറെ ചില ഭാഗങ്ങളിൽ അതേ പീസ് ഓഫ് സെന്റൻസിന് വേറെ അർത്ഥമായിരിക്കും, അല്ലെങ്കിൽ വേറെ വാക്കുകൾ ഉപയോഗിച്ചായിരിക്കും അതേ കാര്യം കൺവേ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഒരിടത്ത് ഉപയോഗിക്കുന്ന സൈൻ ലാംഗ്വേജ് അല്ലെങ്കിൽ സിമ്പിൾസ് ഡിഫറെൻ്റ് ആയിരിക്കാം, വേറൊരു ഇടത്ത് ഉപയോഗിക്കുന്ന സൈൻ ലാംഗ്വേജും സിമ്പിൾസും. ഓക്കെ, അത് ഒന്ന്. രണ്ടാമത്തേത്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന സൈനും സിമ്പിളും ഫ്രേസും വേർഡ്സും ഒന്നും എനിക്കറിയത്തില്ല, എൻ്റെ കാലത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ ഇപ്പോൾ വാട്ട് എവർ റീസൺ എനിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടുള്ള പ്രവണതയും ഉണ്ടാവും. ഓക്കെ, സോ മീനിങ് മനസ്സിലാകാതെ ക്ലാരിറ്റി ഇല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു ബാരിയറാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം എപ്പോഴും നമ്മൾ ഒരു ഗ്രൂപ്പിന് മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ കൺവേ ചെയ്യാനായിട്ട്.
Okay, now the next is psychological or emotional barriers. Okay, അപ്പോൾ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു, psychological or emotional barriers, the barrier is in our mind. Okay, സംസാരിക്കുന്ന വ്യക്തിയിലോ കേൾക്കുന്ന വ്യക്തിയിലോ ഈ മനസ്സും കൊണ്ട് നമ്മളൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിരിക്കുക, ഒരു വോൾ, ഒരു മതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഒരിക്കലും പ്രോപ്പറായിട്ട് മറ്റൊരു ആളിലേക്ക് ആരോടാണോ ഈ സൈക്കോളജിക്കൽ ബാരിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവരോട് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാനായിട്ട് നമ്മളുടെ മുന്നിൽ നമുക്ക് പറ്റില്ല. പലതരം മെന്റൽ ബ്ലോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം അന്നേരം ഈ മെന്റൽ ബ്ലോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ശരിക്കും ട്രൂ ആയിട്ടുള്ള ഒരു മീനിങ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, നോർമലി നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള, ശരിക്കും നമ്മൾ കൊച്ചുനാള് തൊട്ടേ കേട്ട് കണ്ട് വളർന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നൊരാൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അത് പക്ഷേ അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ പ്രോപ്പറായിട്ടൊന്നും അനലൈസ് ചെയ്തിട്ടൊന്നും അല്ല, മാനസികമായിട്ട് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി നമ്മുടെ റിലേഷൻസിനെ കുറിച്ച്, ഫ്രണ്ട്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ്, സിസ്റ്റേഴ്സോ ബ്രദേഴ്സിനെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റം നമ്മൾ കേട്ടാൽ, നമ്മുടെ കുറ്റം നമ്മൾ കേട്ടാൽ, ഇതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യം. ഓക്കെ, ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ആ പറയുന്ന വ്യക്തി കറക്റ്റ് ആയിരിക്കും പറയുന്നത്, ഓക്കെ, തെറ്റുകൾ ഉണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ ആയിരിക്കും പറയുന്നത്. പക്ഷേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? നമ്മൾ മെന്റലി പ്രിപ്പയർഡ് അല്ല ആ സത്യം കേൾക്കാൻ. അതുകൊണ്ടാണ് ആ ഒരു ബ്ലോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാഡ്. നമ്മൾ തന്നെ ഇരുന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പറയുന്നത് ശരിയാണ് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. Okay, so that is a mental block. It prevents people from understanding the true meaning of the message. Okay, പിന്നെ perception of willingness to listen. Okay, ഏതൊരാള് ഒരു കാര്യം നമ്മളോട് പറയുമ്പോഴും നമ്മൾ കേൾക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ ആരെങ്കിലും നിങ്ങളെ കറക്റ്റ് ചെയ്യുക, വഴക്ക് പറയുവാണ്, കറക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആകാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ളവർ മാത്രമല്ല, എല്ലാ പ്രായത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പം നമ്മൾ വാട്ട് ഡു വി ഡു? അവരെന്തെങ്കിലും പറയട്ടെ, നമ്മൾ നിന്ന് കൊടുക്കും, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഓക്കെ, ദാറ്റ് ഈസ് വില്ലിങ്നെസ് ടു ലിസൺ. അപ്പം നമ്മൾ കേൾക്കാൻ തയ്യാറല്ല. കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരു വ്യക്തിയോട് ഒന്നും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, അടുത്തത് ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ദ ലിസണർ ആൻഡ് ദ സ്പീക്കർ. ഓക്കെ, സംസാരിക്കുന്ന വ്യക്തിയും അവരുടെ മാനസികാവസ്ഥ ശരിയല്ല എന്നുണ്ടെങ്കിൽ വെരി സാഡ്, അല്ലെങ്കിൽ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നാണ് അവർ ജോലി സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കോളേജിലേക്ക് വന്നിരിക്കുന്നത്. വേറെ പല ഇഷ്യൂസ് ഉണ്ട് അവർക്ക്, അതൊന്നും അവർക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയത്തില്ല. പക്ഷെ അവർ വന്നിരിക്കുന്നത് ആ ഒരു മെന്റൽ സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ദർ ഇസ് എ സൈക്കോളജിക്കൽ ബാരിയർ. അന്നത്തെ ദിവസം ഒന്നും പ്രൊഡക്റ്റീവായിട്ട് ഓക്കെ അവർക്ക് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. കാരണം അവർ മെന്റലി പ്രിപ്പയർഡ് അല്ല അന്നത്തെ ദിവസത്തെ ആക്ടിവിറ്റിക്ക് വേണ്ടി. ഓക്കെ, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ശ്രദ്ധിക്കാനോ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒരു ജോലികളും അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദാറ്റ് ഇസ് ആൻ സൈക്കോളജിക്കൽ ബാരിയർ. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ they know that they cannot do things by themselves, but they are not willing to ask for help, reluctance to reach out. അവർക്കറിയാം അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ മറ്റുള്ളവരോട് പറയാനോ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കാനോ, ലൈക്ക് കൗൺസിലിങ്ങിനോ പേരൻസിനോ ടീച്ചേഴ്സിനോടോ ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലും ഒക്കെ ഒന്ന് സംസാരിച്ച് അതിന് ഒരു റിലീഫ് കിട്ടാനായിട്ട് അവർക്ക് പറയാൻ ഉള്ള ഒരു മടി, റിലക്റ്റൻസ്, ദാറ്റ് ഈസ് ഓൾസോ എ സൈക്കോളജിക്കൽ ബാരിയർ. അവരെന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വീക്കായിട്ട് കാണുമോ, ഒരു ശക്തിയില്ല ഒന്ന് കാണുമോ എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് പലതരം ചിന്തകൾ കാരണമാണ് അവരെന്നെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് അവർ തയ്യാറല്ലാത്തത്. പിന്നെയുള്ള ഒരു റീസൺ ഫോർ സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ബാരിയർസ്, നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ വിശ്വസിക്കുന്നില്ല, അയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ വി ഡു നോട്ട് ട്രസ്റ്റ് ദം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ പറയുന്നതോ നമുക്ക് അവരോട് സംസാരിക്കാനോ ഓപ്പൺ ആയിട്ട് പറ്റത്തില്ല.
lack of trust. ഇതാണ് സൈക്കോളജിക്കൽ ഓർ ഇമോഷണൽ ബാരിയേഴ്സ്. ഓക്കെ, അടുത്തത് നാലാമത്തേത് കൾച്ചറൽ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ റിക്വയർഡ് ഇൻ എ ക്രോസ് കൾച്ചറൽ എൻവയോൺമെന്റ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സൊക്കെ വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ പലപ്പോഴും ജോലി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കേരളത്തിലെ വ്യക്തികളോട് കൂടി മാത്രമായിരിക്കത്തില്ല. ഓക്കെ, പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന പല ആൾക്കാരുണ്ടാവും നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ ടീമിൽ. ഓക്കെ, ഇനി ഞങ്ങളുടെ പല സ്റ്റുഡൻസും ഗ്ലോബൽ ആയിട്ടുള്ള കമ്പനികളിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഓൺലി കേരള ഓർ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റുകളും പല ഭാഗങ്ങളും ആയിട്ട് മാത്രമല്ല, അവർക്ക് മറ്റ് കൺട്രീസിൽ നിന്നും ഓസ്ട്രേലിയ, USA, ജർമ്മനി, അങ്ങനെ ഫ്രാൻസ്, പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ കൂടെ ജോലി ചെയ്യേണ്ടതായിട്ട് അവരുടെ സുപ്പീരിയേഴ്സ് ആയിട്ട് അവരുടെ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഡിഫറെൻ്റ് സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർ ഉണ്ടാവും. ആ ഒരു സെറ്റപ്പിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവർ നമ്മൾ ആരോടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അവരുടെ കൾച്ചറൽ സെറ്റപ്പ് എന്താണ്, അവരുടെ ട്രഡീഷണൽ സെറ്റപ്പ്, വാട്ട് ഡു ദേ കൺസിഡർ ഇമ്പോർട്ടൻറ്റ്, ഓക്കെ, വാട്ട് ഈസ് അൺഇമ്പോർട്ടൻറ്റ് ഫോർ ദം. അതൊക്കെ ചെറുതായിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ്, കൊലാബറേറ്റും കൂടെ വർക്ക് ചെയ്യാനും നമുക്ക് കഴിയത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് എ ബാരിയർ ഫോർ അവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അടുത്തത് ലാംഗ്വേജ്, മാനറിസം ആൻഡ് ബോഡി ലാംഗ്വേജ് ഡിഫേഴ്സ് അക്രോസ് കൾച്ചേഴ്സ്. ഓക്കെ, നമ്മൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഏത് രീതിയിലാണ് ഓരോ സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പം നമ്മൾ കണ്ടതും കേട്ടതും എക്സ്പീരിയൻസ് ചെയ്തതും വെച്ചിട്ടാണ് ഇതൊക്കെ ഫോം ആകുന്നത്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ അത് ഡിഫറെൻ്റ് ആയത് കാരണം നമ്മൾ ക്രോസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരാളെ ഇപ്പം ഇന്ത്യയിൽ നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഗ്രീറ്റ് ചെയ്യുന്നത് പോലെ അല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ചെല്ലുമ്പോൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യേണ്ടത്. പ്രായമുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെ അല്ല നമ്മൾ നോർത്ത് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള മാനറിസംസ്. ഇതിനേക്കാട്ടിലൊക്കെ ഒത്തിരിയും ഡിഫറെൻ്റ് ആണ് നമ്മൾ വെസ്റ്റേൺ കൾച്ചേഴ്സിലേക്ക് പോകുമ്പോൾ, അതർ കൺട്രീസിലേക്ക് പോകുമ്പോൾ. സോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമുക്കൊരു അവയർനെസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻസസ് ഉണ്ട്. ആൻഡ് ഇഫ് വി ആർ സപ്പോസ് ടു വർക്ക് ക്ലോസ്ലി വിത്ത് പീപ്പിൾ ഫ്രം അതർ കൾച്ചേഴ്സ്, കുറച്ചൊക്കെ അവരുടെ കൾച്ചറിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കും, ഒരു അവയർനെസ് ഉണ്ടായിരിക്കും. ഓക്കെ, വെസ്റ്റേൺ കൾച്ചർ ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഈസ്റ്റേൺ കൾച്ചേഴ്സ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെറ്റ് ഓഫ് പ്രയോറിറ്റീസേ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫാമിലിക്കും റിലേഷൻഷിപ്സിനും ഫ്രണ്ട്ഷിപ്സിനും ഒക്കെ കൊടുക്കുന്ന അതേ ഒരു സ്ഥാനമല്ല വെസ്റ്റേൺ കൾച്ചറിൽ കൊടുക്കുന്നത്. അപ്പം അവരുടെ വർക്ക് എത്തിക്സ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് ദ ഫൈനൽ വൺ ഇസ് ജെൻഡർ ബാരിയർ. എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഫോക്കസ് ഡിഫറെൻ്റ് ആണ്. വിമൻ ഫോക്കസ് ഓൺ പീപ്പിൾ ആൻഡ് ദിയർ ഫീലിങ്സ്. ഞാൻ എല്ലാ ലേഡീസും ഇതേ രീതിയിലാണ് ചിന്തിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് മെജോറിറ്റി ഓഫ് ദ population, female population, okay, or majority of the male population. Okay, now each person is different and each person will communicate based on their own differences and experiences. Okay, so in general women give more importance to people and their feelings. They are intuitive listeners. അവർ കേൾക്കുന്നത് നോർമൽ കേസിൽ അവർ കേൾക്കുന്നത് വാക്കുകൾ മാത്രമല്ല, നിങ്ങൾ പറയുന്നത് മാത്രമല്ല അവർ കേൾക്കുന്നത്, നിങ്ങളുടെ മുഖത്തിൻ്റെ ഭാവവും നിങ്ങളുടെ ആ വാക്കുകളുടെ സൗണ്ടില്ലേ, പിച്ചിൻ്റെ ഡിഫറൻസും അതൊക്കെ വെച്ചിട്ട് പല ഇൻ്റർപ്രിട്ടേഷൻസ് വരും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ്, ബ്രെയിൻ തന്നെത്താനെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ആൻഡ് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. There are men also who do the same thing. ഞാൻ പറഞ്ഞല്ലോ, ഇൻ ജനറൽ ആണ് ഞാൻ വളരെ കുറച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക, ആവശ്യമില്ലാത്തത് മിണ്ടാതിരിക്കുക. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഭയങ്കര
എന്താ പറയുക, ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, ഞാൻ സീരിയസ് ആണ് പല കാര്യങ്ങളിലും. അപ്പം അങ്ങനെ ആവുമ്പം പലർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ നമ്മൾ വി ഡോണ്ട് ഹാവ് ടു ഇമ്പോസ് അവർ സെൽസ് ഓൺ ദം. ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം കീപ്പ് എ ഗുഡ് റാപ്പോ എന്ന്, ലൈക്ക് ദാറ്റ് ഇസ് മൈ ഇൻഡിവിജ്വാലിറ്റി. ഓക്കെ, അതേ ഞാനും എൻ്റെ സിസ്റ്റേഴ്സ് 4 പേരാണ്. ഞങ്ങൾ 4 പേരും ഡിഫറെൻ്റ്. വി ഡോണ്ട് ഹാവ് ദ സെയിം ഐഡിയ വെൻ വി കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, സോ അത് നിങ്ങൾ ഓർത്തോണം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേനും വിമൻ ആർ ജനറലി പീപ്പിൾ ഓറിയൻറ്റഡ്, ഫീലിങ്സ്, റിലേഷൻഷിപ്സ്, അങ്ങനെയൊക്കെ അവർ കേൾക്കുന്നത് മാത്രമല്ല അവർ മനസ്സിലാക്കുന്നത്, വേറെ കുറേ കാര്യങ്ങളും കൂടെ അവർ ഈ കോൺവെർസേഷനിൽ നിന്ന് ഇംബൈബ് ചെയ്യും. അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ അവരുടെ റെസ്പോൺസുകൾ. ഓക്കെ, ഇനി മെൻ നോർമൽ കേസിൽ, നൗ ഐ ടോൾഡ് യു, ജസ്റ്റ് ലൈക്ക് ഇൻ വിമൻ, there are men also who understand people and who listen to feelings, are intuitive in their conversation and things like that. Okay, who talk a lot and ask a lot of questions. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഓപ്പോസിറ്റ് ആണ്. പുള്ളിക്കാരൻ ഒത്തിരി സംസാരിക്കും. Okay, so I am not saying that എല്ലാ men are like this, but in general ഒരു ഫാക്ട്സും ഫിഗേഴ്സും ലോജിക്കും യൂസ് ചെയ്താണ് എപ്പോൾ കോൺവെർസേഷൻ നടക്കുവാണെങ്കിലും they ask questions like, അതിങ്ങനെ പറഞ്ഞല്ലോ, അന്നേരം നേരത്തെ അങ്ങനെയാണല്ലോ പറഞ്ഞത്, അപ്പോൾ അത് സത്യമാണോ? ലോജിക് റീസണിങ് അവർ ഈ കോൺവെർസേഷനിൽ കൊണ്ടുവരും. ഓക്കെ, ദേ ആർ റിലക്റ്റൻറ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എസ്പെഷ്യലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് പോവുകയാണ്, ഒരാളോടും വഴി ചോദിക്കില്ല. എൻ്റെ ഹസ്ബൻഡ് പറയുന്ന ഒരു കാര്യമാണ്, ഭൂമി ഉരുണ്ടായിരിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും എന്നാണ് പുള്ളി പറയുന്നത്. ഓക്കെ, അപ്പോൾ റിലക്റ്റൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, പറയുന്നത് കേൾക്കുക, ആവശ്യത്തിന് സംസാരിക്കുക, ആൻഡ് വേറൊന്നും ഇൻ്റർപ്രറ്റ് ചെയ്യത്തില്ല. എന്ത് സൗണ്ട് ആണെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷൻ ആണെങ്കിലും എന്തോ ആണെങ്കിലും അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആ പറഞ്ഞ വാക്കുകൾക്കനുസരിച്ച് മാത്രമായിരിക്കും അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് രണ്ടിനും ഗുഡും ഉണ്ട് ബാഡും ഉണ്ട്. ഓക്കെ, സോ നോർമലി വി സേ ദാറ്റ് വി ഷുഡ് ബി ബോത്ത്. ഇത് രണ്ടിൻ്റെയും ഒരു ഗുഡ് കോമ്പിനേഷൻ ആയിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ബാരിയർ. അപ്പം നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്. അതേപോലെ തന്നെ പെൺകുട്ടികൾ ആൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ, ഒത്തിരി വഴക്കുകളും അടികളും മിസ്അണ്ടർസ്റ്റാൻഡിങ്സും ഇത് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും ഒരു പരിധി വരെ. ഓക്കെ, ബിക്കോസ് ഐ ടോൾഡ് യു ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. So these are the 5 barriers to communication. This is very important. Okay, in അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മിസ്കമ്മ്യൂണിക്കേഷൻ. മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൾസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല. അതിനെയാണ് മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ there was no clarity. Okay, so the failure to communicate effectively, to get the message across, നമ്മൾ ഉദ്ദേശിച്ച കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം, അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് മിസ്കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ആർക്കും ക്ലിയർ അല്ല നമ്മൾ എന്താ പറഞ്ഞത്, എന്തൊക്കെയോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ, നൗ വാട്ട് ആർ ദ കോസസ് ഫോർ മിസ്കമ്മ്യൂണിക്കേഷൻ? ഒത്തിരിയും റീസൺസ് ഉണ്ട്. എല്ലാം ഒന്നും ഞാനിപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഒത്തിരി കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ, പക്ഷേ നമ്മൾ ഞാനിപ്പോൾ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങ് പോവാണ്. ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് തന്നിട്ട് അങ്ങ് പോവാണ് ഫോർവേഡ്. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക, ഇഷ്ടംപോലെ മെറ്റീരിയൽ അവൈലബിൾ ആണ് നെറ്റിൽ, സമയമുണ്ടെങ്കിൽ. ഓക്കെ, വൺ ഓഫ് ദ റീസൺസ് ഫോർ മിസ്കമ്മ്യൂണിക്കേഷൻ ഇസ്, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു ജനറൽ ഓഡിയൻസിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വാക്കുകളും സെന്റൻസുകളും ഉപയോഗിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ദർ ഷുഡ് ബി നോ ആംബിഗിറ്റി. ഓക്കെ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എനിക്ക് ചിലപ്പം ചില വാക്കുകൾ ഉണ്ടാവും, ഞങ്ങൾക്ക് മാത്രം മനസ്സിലാവും, ഞങ്ങളുടെ ഗ്രൂപ്പിന് മാത്രം മനസ്സിലാവും. ആ വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ ഒരു വലിയ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ലെക്ചർ എടുക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവാൻ പോകുന്നില്ല. അതിനാണ് സ്ലാങ്സ് ഉപയോഗിക്കരുത്. റീജിയണൽ ആയിട്ടുള്ള നമ്മുടെ ഏരിയയിൽ ഉപയോഗിക്കുന്ന
വാക്കുകളും സെന്റൻസുകളും എന്നിട്ട് അല്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ മറ്റേ ആൾക്ക് മനസ്സിലാകും നമ്മൾ എന്താ പറയുന്നത്. കാരണം അവർക്ക് നമ്മുടെ ആ സെയിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ വേറെ ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള വേർഡ്സും സെന്റൻസസും ഒക്കെ യൂസ് ചെയ്ത് വേണം സംസാരിക്കാൻ. അതാണ് വൺ റീസൺ ഫോർ മിസ്കമ്മ്യൂണിക്കേഷൻ. Another reason for miscommunication is when we are talking, നമ്മുടെ ഓഡിയൻസിന് ഓൾറെഡി എന്തെങ്കിലുമൊക്കെ അറിയാം എന്ന് നമ്മൾ അസ്യൂം ചെയ്യരുത്. ടീച്ചേഴ്സ് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ടോപ്പിക് എടുക്കുവാണ്, നിങ്ങൾ ചില കാര്യങ്ങൾ അറിയാം എന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഞാൻ ആദ്യം ക്ലാസ്സിൽ വന്ന ആ പർട്ടിക്കുലർ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകും നിങ്ങൾക്കത് അറിയാമോ അറിയത്തില്ലയോ, എത്രത്തോളം അറിയാം. ഓക്കെ, എന്നിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ ആ ടോപ്പിക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് എടുത്തിട്ടായിരിക്കണം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, നെവർ മേക്ക് അസംഷൻസ്. ഇവർക്ക് ഇത് ഓൾറെഡി അറിയാം എന്നുള്ളൊരു അസംഷൻ ഒരിക്കലും നമ്മൾ എടുക്കരുത്. അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഈ പറയുന്നത് എന്തോന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇൻഫർമേഷൻ, ഒത്തിരി കാര്യങ്ങൾ ഒരു സെന്റൻസിൽ പറയരുത്. ഓൾവേസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഒരു സെന്റൻസിൽ ഒരു കാര്യം മാത്രമായിരിക്കണം നമ്മൾ കൺവേ ചെയ്യുന്നത്. ആ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചിട്ട് വേണം അടുത്ത ഒരു പോയിന്റിലേക്ക് വരാൻ. ആൻഡ് അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണം. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു ഇന്നത്, ഇനി അടുത്തത് ഇന്നത് എന്ന് പറയുമ്പോൾ ക്ലിയർ ആണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സെക്കൻഡ് പോയിന്റ് ഇതാണ്, അങ്ങനെ ക്ലിയർ ആയിരിക്കും. അങ്ങനെ എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു ഷോർട്ട് ടൈമിനുള്ളിൽ കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റുകളെ ഹൈലൈറ്റ് ചെയ്ത് വേണം, മെയിൻ പോയിന്റുകളെ ഹൈലൈറ്റ് ചെയ്ത് വേണം നമ്മൾ സംസാരിക്കാൻ. ഓക്കെ, another reason for miscommunication is high levels of noise. ഓക്കെ, ഡിസ്റ്റർബൻസസ് ആണ്, മൊത്തം ഡിസ്റ്റർബൻസസ് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് ശ്രദ്ധ വരത്തില്ല. ആൾക്കാർ നമ്മളെ കേൾക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധ വരത്തില്ല. ഈ ശ്രദ്ധ വരാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, സോ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു എൻവയോൺമെന്റിൽ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ഒരു ഇൻകമ്പാറ്റബിലിറ്റി, എനിക്കൊരു വിഷയമുണ്ട്. എനിക്ക് മലയാളം ഭയങ്കര സ്പീഡിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല. ഓക്കെ, ഞാൻ കോട്ടയംകാരിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഈ നാട്ടിലല്ല, ഇന്ത്യയിലേ അല്ല ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ഐ തിങ്ക് സോ പ്രീ ഡിഗ്രിക്കാണ്, പ്രീ ഡിഗ്രി എന്ന് വെച്ചാൽ യോർ +2, ഈ +2-നാണ് ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2 വർഷം ഞാൻ കേരളത്തിലുണ്ടായിരുന്നു, ബാക്കി 4 വർഷം ഞാൻ ബിടെക് ചെയ്തത് തമിഴ്നാട്ടിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് ഒരു പരിധിവരെ. കുറച്ച് നാൾ പിന്നെ നാട്ടിലില്ലായിരുന്നു, 10 വർഷം. ഓക്കെ, സോ മൈ പ്രോബ്ലം ഇസ് ദാറ്റ് കൊച്ചുനാൾ തൊട്ടേ ഇംഗ്ലീഷിലാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതിനെ ഞാൻ മലയാളം പഠിച്ചതും മലയാളം സിനിമയിൽ നിന്നാണ്, അല്ലാതെ ഫോർമലി ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. അന്നൊന്നും മലയാളം കമ്പൽസറി അല്ല. CBSE-യിലാണ് പഠിച്ചതെങ്കിലും ഞാൻ ഹിന്ദിയാണ് പഠിച്ചത്. സോ ഐ ഡു നോട്ട് ഹാവ്, എല്ലാ വാക്കുകളും എനിക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. ഓക്കെ, സോ എൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങളെ മാത്സ് പഠിപ്പിക്കുന്ന സാറുണ്ടല്ലോ, സുധിൻ സാറ്, എനിക്ക് പലപ്പോഴും സുധിൻ സാറ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ല. സാർ ഒത്തിരി സ്പീഡിലുമാണ്, സാറിന് ഒരു ആക്സെന്റ് ഉണ്ട്, ആ ആക്സെന്റും എനിക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ എത്ര ആക്സെന്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇത്തിരി സ്ലോ ആയിട്ട് സംസാരിക്കുവാണെങ്കിൽ എനിക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. ഓക്കെ, ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. അപ്പൊ അന്നത്തെ HOD എന്നുവെച്ചാൽ കോട്ടയത്ത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഷ രീതിയല്ല തൃശ്ശൂര് സാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സാറിപ്പോൾ ഇല്ല, സാർ മരിച്ചുപോയി. സാർ അന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് മനസ്സിലാവില്ല. എന്നിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നത്, സാറ് പറഞ്ഞു തന്നെ, സാറേ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം വാട്ട് ഐ യൂസ് ടു ഡു ഇസ് ഐ വിൽ റിപ്പീറ്റ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. സാറ് പറഞ്ഞ കാര്യം സാറേ അപ്പോൾ ഇന്നതല്ലേ എന്ന് ഞാൻ ഇംഗ്ലീഷിൽ പറയും. അന്നേരം സാർ അത് ഇംഗ്ലീഷിൽ എനിക്ക് റെസ്പോൺസ് തരും. അങ്ങനെയാണ് ഞാൻ പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഇത് ലാംഗ്വേജ് ഇൻകമ്പാറ്റബിലിറ്റിയാണ്. ഓക്കെ, ഇത് മാത്രമല്ല,
സേ ദാറ്റ് നമ്മുടെ ക്ലാസ്സിൽ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, മറ്റുള്ള കോളേജുകളിലുണ്ട്, നമ്മുടെ കോളേജിൽ അങ്ങനെ അധികം വരാറില്ല, എന്നാലും വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊരു ലാംഗ്വേജ് ഇൻകമ്പാറ്റബിലിറ്റി കാണും. ഞാൻ പറയുന്ന ഇംഗ്ലീഷും ചിലപ്പോൾ മനസ്സിലാവാൻ ചാൻസ് ഇല്ല, മലയാളവും ചിലപ്പോൾ മനസ്സിലാവാനായിട്ട് ചാൻസ് ഇല്ല. കാരണം ആ ഓരോ ഏരിയയുടെ ആക്സെന്റും ഓരോ ഏരിയയുടെ വൊക്കാബുലറിയും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, സോ ലാംഗ്വേജ് ഇൻകമ്പാറ്റബിലിറ്റി ഇസ് അനദർ ബിഗ് റീസൺ ഫോർ മിസ്കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പിന്നത്തെ ഒരു നോർമലായിട്ട് നമ്മൾ ഈവൻ നമ്മുടെ ലാംഗ്വേജും ഒക്കെ സെയിം ആണെങ്കിൽ പോലും നമ്മുടെ തോട്ട്സ് അൺക്ലിയർ ആണ്. എൻ്റെ തലയിൽ തന്നെ ഒന്നും ക്ലിയർ അല്ല, അപ്പൊ പിന്നെ എങ്ങനെയാ വേറൊരാളോട് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുന്നു? അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നിങ്ങൾ പ്രസന്റേഷനോ സെമിനാറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുമ്പം ഞങ്ങൾ നിങ്ങളോട് പറയും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം വരാൻ. ഒരു പ്രാവശ്യം നമ്മൾ സംസാരിച്ചിട്ടാണ്, നമ്മളെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് ഒന്ന് ക്ലിയർ ആകും. ആദ്യം എന്ത് പറയുന്നു, രണ്ടാമത് എന്ത് പറയുന്നു, മൂന്നാമത് എന്ത് പറയുന്നു, അങ്ങനെ നമുക്കൊന്ന് ക്ലാരിറ്റി ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ കൺവേ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ടായിരിക്കും നമ്മൾ കൺവേ ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദ റീസൺസ് why miscommunication can occur. Okay, now another reason for miscommunication is noise. Okay, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വേറൊരാൾക്ക് മനസ്സിലാകാതിരിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നോയ്സ് ആണ്. ഇപ്പൊ ഈ നോയ്സ് എന്ന് പറയുന്ന ശബ്ദം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നോയ്സ് എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഹിൻഡേഴ്സ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയാണ് നോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ ഫിസിക്കൽ നോയ്സ് ആയിരിക്കും, അപ്പൊ റിലേറ്റഡ് ടു എൻവയോൺമെന്റ് ഓർ മീഡിയം. ഇവിടെ തന്നെ ഇപ്പൊ ഞാൻ കഥ അടച്ചിട്ടിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, കാരണം അവിടെ വെളിയിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, സൗണ്ടാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങളെ അധികം ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ റെക്കോർഡിങ്ങിൽ അത് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഥ അടച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ മീഡിയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റർനെറ്റ് സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത്, ഞാൻ ഇന്റർനെറ്റിലൂടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഇത് ക്ലിയർ ആവത്തില്ല. ഓക്കെ, സോ അന്നേരം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ വേണം ഞാൻ റെക്കോർഡ് ചെയ്യാൻ. ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്നത് രാവിലെ 8 മണിക്ക് വന്നാണ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എല്ലാവരും സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് നെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും ബാൻഡ് വിത്ത് കുറയുന്നു. ഈ ബാൻഡ് വിത്ത് കുറയുമ്പോഴത്തേനും പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് വിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്, ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ ഫിസിക്കൽ ബാരിയേഴ്സ്. വി കൻ ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഓക്കെ, വാട്ട് അബൌട്ട് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്? രണ്ടാമത്തെ നോയ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയറാണ്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ മൈൻഡ്. ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെന്തെങ്കിലും ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ, ഞാൻ എത്ര ക്ലിയർ ആയിട്ട് സംസാരിച്ചാലും വേറെ എന്ത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ പോലും നിങ്ങൾക്കൊരിക്കലും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് സൈക്കോളജിക്കൽ നോയ്സ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ ബി ഓവർകം നോയ്സ്? ഫിസിക്കൽ ആയിട്ടുള്ളതാണെങ്കിൽ ആ ഫിസിക്കൽ ബാരിയറിനെ എടുത്തു കളയാനായിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുക. അപ്പൊ സോഴ്സ് ഓഫ് ദ നോയ്സ് കണ്ടുപിടിച്ചിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി സൗണ്ട് ഉള്ള ഒരു എൻവയോൺമെന്റിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് സൗണ്ട് കൂട്ടി സംസാരിക്കാം. ഇഫ് ഐ കനോട്ട് ഡു എനിത്തിങ് എൽസ് അബൌട്ട് ഇറ്റ്. എനിക്ക് ഫിസിക്കലി മാറ്റാൻ പറ്റുന്ന ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, ആ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനോട് കൺസ്ട്രക്ട് ചെയ്യലെന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ മൈക്ക് ഉപയോഗിച്ചോ ഞാൻ എൻ്റെ സൗണ്ട് കൂട്ടിയോ എനിക്ക് സംസാരിക്കാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ മനസ്സിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ബാരിയേഴ്സ് ഓർ ഫിസിക്കൽ ഓൾസോ ക്ലിയർ ആയിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന സെന്റൻസസിലും വേണം നമ്മൾ സംസാരിക്കാനായിട്ട്. ഓക്കെ, സോ യൂസ് ക്ലിയർ ആൻഡ് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ്. ഓക്കെ, പിന്നെ നമ്മുടെ മനസ്സ് സൈക്കോളജിക്കൽ ബാരിയേഴ്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ തന്നെ മനഃപൂർവ്വം ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. ആക്റ്റീവ് ലിസണിങ് ഇസ് അനദർ ടോപ്പിക്, വി വിൽ ഡു ഇറ്റ് ലേറ്റർ. ഓക്കെ, ആക്റ്റീവ് ആയിട്ട് ലിസൺ ചെയ്യണം. ആക്റ്റീവ് ലിസണിങ് മീൻസ് നമ്മൾ നോട്ട് എഴുതിയെടുക്കുക. അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മെയിൻ പോയിന്റ്സ് നമ്മൾ എഴുതിയെടുക്കുക. നമ്മൾ ഒരു കാര്യം തന്നെ ആ പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് നമ്മൾ തന്നെ ഉറപ്പ് വരുത്തുക. ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഓർ ഡൂയിങ് ആക്ടിവിറ്റീസ്, അസൈൻമെന്റ്സ് ചെയ്യുക, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് സംസാരിക്കുന്ന വ്യക്തി, ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയുവാണെങ്കിൽ
ഒന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഓരോ പോയിന്റും എടുത്തെടുത്ത് പറയണം. രണ്ട് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, സോ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരാൾക്ക്, ഇപ്പൊ ഞാൻ നിങ്ങൾ വീഡിയോ ക്ലിപ്സ് ആയിട്ടാണ് തരുന്നത്. ഓക്കെ, തരാനായിട്ട് രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പം എന്ത് കേട്ടു എന്ത് കേട്ടില്ല എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പക്ഷെ ഇത് റെക്കോർഡഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് പിന്നീട് ഒന്നുകൂടെ വേണേലും ഇത് പ്ലേ ചെയ്ത് കേൾക്കാനായിട്ട് കഴിയും. ഓക്കെ, സോ പരീക്ഷയുടെ തലേദിവസം ആണെങ്കിലും എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ പോയി കേൾക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ എ റെപ്പറ്റീഷൻ. ഓക്കെ, സോ കീവേഡ്സ്, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കും, കീവേഡ്സ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ആ പരീക്ഷയ്ക്ക് വേറൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ കീവേഡ്സ് ഓർമ്മയുണ്ടാവും. ഓക്കെ, സോ ദീസ് ആർ സം ടാക്ടിക്സ് വിച്ച് വി ക്യാൻ യൂസ് ടു ഓവർകം noise, both physical and psychological. Okay, this is the first section of our class. Okay, now the next section is non-verbal communication and body language. Non-verbal communication and body language. ഇതും ലാബ് സെഷൻ ആണ്. Non-verbal communication നമുക്കുള്ളത് non-verbal communication and body language, forms of non-verbal communication. ഇന്നിപ്പം ഞാൻ I'm going to introduce forms of non-verbal communication and we are going to do the topic of interpreting body language cues. Okay, നമ്മുടെ ബോഡി ലാംഗ്വേജിന്റെ ക്യൂസ്, ഒരാളിന്റെ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ചില കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ചെയ്യുന്നത്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എനിക്ക് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, പക്ഷെ കുറെയൊക്കെ ഐ എം ഗോയിങ് ടു ഷോ യു. ഓക്കെ, ആൻഡ് ഐ വിൽ ഓൾസോ ഗിവ് യു the textbook, part of the textbook, so you can go through the textbook and read it also. ബാക്കിയുള്ള ടോപ്പിക്സ് കൈനസിക്സ്, പ്രോക്സെമിക്സ്, ക്രോണമിക്സ്, എഫക്റ്റീവ് യൂസ് ഓഫ് ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ ഇൻ എ മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ്, ഞാൻ ഓൾറെഡി കൾച്ചറൽ ബാരിയേഴ്സ് പറയുമ്പോൾ ഞാൻ കുറെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നോക്കുന്നത്. നൗ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയുന്നത്? വാക്കുകൾ ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിലെ ഒരു ഭാഗമാണ് ബോഡി ലാംഗ്വേജ്. ഓക്കെ, അത് കൂടാതെ ദർ ഇസ് പാരാ ലാംഗ്വേജ്. പാരാ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകളുടെ കൂടെ ഉള്ള ലാംഗ്വേജുകൾ, മുഖത്തിന്റെ എക്സ്പ്രഷൻ, സൗണ്ടിന്റെ പിച്ച്, സ്പീഡ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓബ്ജക്റ്റ് ലാംഗ്വേജ്, ഞാൻ ഇടുന്ന വസ്ത്രം, ഞാൻ ഉപയോഗിക്കുന്ന വാച്ച് അല്ലെങ്കിൽ ഫോണ്, കണ്ണാടി, കാറ്, ഇതൊക്കെ വെച്ചിട്ട് വി ആർ കമ്മ്യൂണിക്കേറ്റിംഗ്. നമ്മളെ കാണുന്ന ആൾക്കാരോട് നമ്മൾ ഒരു ഇംപ്രഷനാണ് കൊടുക്കുന്നത്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് സംതിങ് അബൌട്ട് us. Okay, and then we have other modes of non-verbal communication like സിമ്പിൾസ് യൂസ് ചെയ്യാം, സൈൻസ് യൂസ് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ്. ഇമോട്ടിക്കോൺസ്, നമ്മൾ മെയിലൊക്കെ അയക്കുമ്പോഴത്തേക്കും ഇമോട്ടിക്കോൺസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ അതർ മോഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് വി വിൽ ലുക്ക് അറ്റ്. ഇന്നിപ്പോൾ നമ്മൾ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദീസ് തിങ്സ്. ഓക്കെ, നൗ ബോഡി ലാംഗ്വേജ്. ഓക്കെ, ഈ ഒരു പിക്ചറിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഓക്കെ, സാധാരണ വെസ്റ്റേൺ കൾച്ചേഴ്സിൽ, നോർത്ത് യൂറോപ്യൻ കൾച്ചേഴ്സിൽ, ഓർ എനി നമ്മുടെ ഈസ്റ്റേൺ കൾച്ചർ അല്ലാത്ത എൻവയോൺമെന്റിൽ ഒരു ആണും ഒരു പെണ്ണും അല്ലെങ്കിൽ ടു പീപ്പിൾ when they speak to each other, ഒരു ഡിസ്റ്റൻസ്, ആണുങ്ങൾക്ക് ഡിഫറെന്റും പെണ്ണുങ്ങൾക്ക് ഡിഫറെന്റുമാണ്. when men are speaking to women, women prefer more distance than when two men or two women are speaking together. Okay, so അതിന്റെ ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് ഈ 46 cm. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ ആ ഒരു ഡിസ്റ്റൻസിലാണ് നിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, കൂടുതൽ അടുത്ത് വരുമ്പോഴത്തേനും നോർമലി വിമൻ ഫീൽ ത്രെറ്റൻഡ്. സോ ബസ്സിലൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഈ ജെൻസിന്റെ സൈഡും ലേഡീസിന്റെ സൈഡിന്റെ ഇടയിൽ പെണ്ണുങ്ങൾ എപ്പോഴും മുന്നോട്ട് ചാഞ്ഞായിരിക്കും നിൽക്കുന്നത്. സോ ദാറ്റ് they are not too close to the men. അത് ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്.
ആ സ്പേസ് ഇസ് കോൾഡ് പേഴ്സണൽ സ്പേസ്. ഈ പേഴ്സണൽ സ്പേസിന്റെ ഉള്ളിൽ കടന്നു വരുമ്പം അത് ത്രട്ടൻ ചെയ്യാനാണ് എന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നോൺ ത്രട്ടനിങ് ആയിട്ട് വേണം, എസ്പെഷ്യലി നമ്മുടെ റിലേഷൻസ് ഒന്നും അല്ലാത്ത, നമുക്ക് ബന്ധമൊന്നും ഇല്ലാത്ത ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സംസാരിക്കാൻ. അതർവൈസ് പീപ്പിൾ മൈറ്റ് ഫീൽ ത്രട്ടൻഡ്. അത് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോഴും ആ രീതിയിലാണ് ഈ ബോഡി ലാംഗ്വേജിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെൻഡിങ് മെസ്സേജസ് യൂസിങ് ബോഡി ഓർ ഫേസ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫേസോ ബോഡിയോ യൂസ് ചെയ്ത് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നതിനാണ്. ഇറ്റ് ക്യാൻ ബി ഇന്റൻഷണൽ ഓർ അൺഇൻറ്റൻഷണൽ. ഓക്കെ, ഏതെങ്കിലും രീതിയിലുള്ള നമ്മുടെ ബോഡി വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസിനാണ് നമ്മൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തേതാണ് ഡിസ്റ്റൻസ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി വെൻ യു ആർ ഗ്രീറ്റിംഗ് പീപ്പിൾ ഫോർ എ ഗ്രൂപ്പ് ഡിസ്കഷൻ. ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്ലേസ്മെന്റിനോ ഒക്കെ പോകുമ്പോഴത്തേനും ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ദീസ് ആർ ഓൾ യൂണിവേഴ്സൽ തിങ്സ്. ഓക്കെ, നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു മാനേഴ്സ്, പീപ്പിൾ തിങ്ക് ദാറ്റ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു ചിന്തയാണ് ബീയിങ് റൂഡ് ആൻഡ് ബീയിങ് ക്രിട്ടിക്കലി തിങ്കിങ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. അത് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ എന്താ പറയുക, സഭ്യമായിട്ട് ബിഹേവ് ചെയ്യണമെന്ന് പറയത്തില്ലേ, സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ നമ്മളൊരു ഗുഡ് മാനേഴ്സ് ഉണ്ടായിരിക്കണം. അതില്ലാതെ അത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, യു ഡോണ്ട് ഹാവ് റെസ്പെക്ട് എന്ന് പറയുന്നതും ആൻഡ് ഷോയിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്സ്. ഓക്കെ, സോ അതൊക്കെയാണ് ഈ ഒരു ഇതിൽ നിന്നും നമ്മൾ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നതിൽ നിന്നും മാത്രമല്ല ആൾക്കാർ നമ്മളെ വിലയിരുത്തുന്നത്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിലയിരുത്തും. അതിൻ്റെ ഒരു കാര്യമാണ് ഡിസ്റ്റൻസ്. ഓക്കെ, when you're talking, two people position themselves during a conversation. മിനിമം 46 സെന്റിമീറ്റേഴ്സിന്റെ ഒരു സ്പേസ് കൊടുക്കണം. ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, ആ സ്പേസിലേക്ക് നമ്മൾ കടന്ന് നിന്ന് സംസാരിക്കാൻ പാടില്ല. ഓക്കെ, ഇത് കണ്ടോ, ഇച്ചിരി കൂടി ഇവിടെ ഈ ആള് ഇച്ചിരി കൂടെ ക്ലോസ് ആയിട്ട് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ലേഡിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടോ, പുറകോട്ട് ചാഞ്ഞ് നിൽക്കുവാണ്. ആൻഡ് ലുക്ക് ദ എക്സ്പ്രഷൻ ഓൺ ഹർ ഫേസ്. She doesn't want to say that move away and stand, but her facial expression and the body language is showing that you have entered into my personal space. Okay, ഇത് മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറാൻ. See, as I told you earlier, all ladies and all gents are not the same. അപ്പൊ ഒരാൾ ചിന്തിക്കുന്നത് എനിക്ക് ചെറിയ സ്പേസ് മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും, ഒരാള് എനിക്ക് കൂടുതൽ സ്പേസ് വേണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ആ ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് വേണം നമ്മളത് മനസ്സിലാക്കി അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ് ബിഹേവിയർ. നെക്സ്റ്റ്, ടു മെൻ ഓക്കെ ഫ്രം ദ സിറ്റി ഗ്രീറ്റ് ഈച്ച് അതർ. ഓക്കെ, അവർ രണ്ടുപേരും വലിയ പരിചയമൊന്നുമില്ല, റിലേഷൻസോ ഫ്രണ്ട്സോ ഒന്നുമല്ല, ബട്ട് ദേ നോ ഇറ്റ്, അക്വൈൻറ്റൻസസ് ആണ്. അങ്ങനെയുള്ളവർ when they greet each other, ഒരു കണ്ട ആ സെയിം സ്പേസ് 46 സെന്റിമീറ്റർ സ്പേസ് ഇടവിട്ടിട്ടാണ് അവർ ആ കൈ കൊടുക്കുന്നത്, അല്ലാതെ നേരെ കയറി ഞാൻ കെട്ടിപ്പിടിക്കുമല്ല. ഓക്കെ, ദിസ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ആർ ഡിഫറെന്റ് പീപ്പിൾ ആർ ഡിഫറെന്റ്. ഇതെല്ലാം ജനറൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പോസ്ചർ. ഈ പോസ്ചറിനെ കുറിച്ചാണ് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇൻ യുവർ പാസ്റ്റ് പേപ്പേഴ്സ്. വി വിൽ ഡിസ്കസ് പാസ്റ്റ് പേപ്പേഴ്സ്. അന്നേരം ഈ പാസ്റ്റ് പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാകും എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നുള്ളത്. ഓക്കെ, പോസ്ചർ, നമ്മൾ ഇരിക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള പൊസിഷൻ ആണ് പോസ്ചർ എന്ന് പറയുന്നത്. സോ സപ്പോസിങ് ഐ എം സ്റ്റാൻഡിങ്, ഞാൻ നിൽക്കുകയാണ്, വിത്ത് മൈ ഹാൻഡ്, മൈ ട്രങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി ആൻഡ് ലെഗ്സ് ആർ അലൈൻഡ് വെർട്ടിക്കലി, എല്ലാം നേരെയാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് കോൺഫിഡൻസ് ആൻഡ് ഗുഡ് ഹെൽത്ത്. എന്ന് വെച്ചാൽ എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് അബൌട്ട് മൈസെൽഫ്. അതാണ് ഇറ്റ് ഷോസ്. ഓക്കെ, ഞാൻ ഇരിക്കുകയാണ്, സിറ്റിംഗ് വിത്ത് ദ ബാക്ക് സ്ട്രെയിറ്റ്, ബാക്ക് നേരെയും, ഷോൾഡേഴ്സ് ബാക്കിലേക്കും, ആൻഡ് ഹെഡ് ഇസ് സ്ട്രെയിറ്റ്, തല നേരെ വെച്ചുകൊണ്ടാണ് ഞാൻ
സംസാരിക്കുന്നതെങ്കിൽ ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ഐ എം അലേർട്ട് ആൻഡ് കോൺഫിഡൻറ്റ്. ഓക്കെ, ഇനിയല്ല ഞാൻ ഇരിക്കുമ്പം ഞാൻ ഇങ്ങനെ കൂനി ഇരിക്കുന്നു, ഷോൾഡേഴ്സ് മുമ്പിലോട്ടാണ്, എൻ്റെ ബാക്ക് ഇങ്ങനെ റൗണ്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് ഷോസ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഓക്കെ, സ്ലംപിങ് ഡൗൺ ഓൺ ദ ചെയർ. സ്ലംപിങ് ഡൗൺ ഓൺ ദ ചെയർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കത്തില്ല, ഇങ്ങനെ ചാരി ഇങ്ങനെ അങ്ങ് ഇരിക്കും. അതിനെയാണ് സ്ലംപിങ് ഡൗൺ എന്ന് പറയുന്നത്. ഈ സ്ലംപിങ് ഡൗൺ ക്യാൻ ബി ഐദർ കെയർ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സംസാരിക്കുന്നു, നമ്മൾ നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നു, നമ്മൾ കസേരയിൽ ചിലപ്പോൾ ഇറങ്ങി താഴെ ചാരി അങ്ങ് ഇരിക്കും, പകുതി കിടക്കുന്ന പോലെ ഇരിക്കും. ദാറ്റ് ഇസ് ഷോയിങ് കെയർ ഫ്രീ ആറ്റിറ്റ്യൂഡ്. ഓർ ഇപ്പോൾ ക്ലാസ് റൂമിലാണ് അങ്ങനെ ഇരിക്കുന്നത്, ക്ലാസ് എടുക്കുന്നു, ക്ലാസ് റൂമിലാണ് അങ്ങനെ ഇരിക്കുന്നത്, ഒരു മീറ്റിങ്ങിലാണ് അങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷോസ് എ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ലേസിനെസ്. മനസ്സിലായോ? എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഓക്കെ എന്തേലാവട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇതൊക്കെ ഓർത്തിരിക്കണം. നിങ്ങളൊരു ഗ്രൂപ്പ് ഡിസ്കഷന് പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ ക്രോസ്ഡ് ലിംസ് എന്ന് വെച്ചാൽ കൈ കെട്ടിയോ കാലുമേ കാല് വെച്ചോ കാല് കെട്ടിയോ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആൻഡ് അപ്ടേൺഡ് ചിൻ. ഞാനിപ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിന്നാണ് അവരുടെ മുഖത്ത് നോക്കുന്നതെങ്കിൽ മൈ ചിൻ ഇസ് ടേൺഡ് അപ്പ്. ഓക്കെ, ആൻഡ് ടൈറ്റ് ലിപ്സ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ലിപ്സിനെ ഞാൻ ടൈറ്റ് ആയിട്ട് പേഴ്സ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് ഷോസ് ദാറ്റ് നീ എന്തേലും പറഞ്ഞു എനിക്കൊരു കാര്യമില്ല, ഐ എം നോട്ട് ഗോയിങ് ടു ലിസൺ ടു. ഡിഫയൻസ് ആണ് കാണിക്കുന്നത്, ആരഗൻസ്, ഞാൻ എന്തോ ആണെന്നുള്ള ഭാവമാണ് ഞാൻ അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ചില പോസ്ചറിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഐ ടോൾഡ് യു ഹാവ് ടു ലേൺ മോർ ബൈ യുവർ സെൽഫ്. ഓക്കെ, ഇതാണ് പോസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാം. സം പോസ്റ്റേഴ്സ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ്. ഓക്കെ, ഇത് കണ്ടോ, കൈയും കാലും കെട്ടിയ രണ്ടുപേരും നിന്ന് സംസാരിക്കുക. ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ കാണുന്ന വ്യക്തിക്ക് അന്നേരം അതിൽ നിന്നും മുഖവും കൂടെ നോക്കണേ. ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവര് ഇതിന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്, എന്തോ നമ്മുടെ റെയിലിങ്സിന്റെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അപ്പൊ അതിൽ ഇങ്ങനെ ചാരി ഇങ്ങനെ നിന്നു എന്ന് വെച്ച് അങ്ങനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു രീതിയിൽ അവർ നിൽക്കുകയാണ്, മുഖത്തിന്റെ എക്സ്പ്രഷനും ഒക്കെ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഷോസ് ദാറ്റ് ദേ ഡോണ്ട് ട്രസ്റ്റ് ഈച്ച് അതർ. ഓക്കെ, അവർ കേൾക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ പിഞ്ച് ഓഫ് സോൾട്ട്. എല്ലാ കാര്യങ്ങളും ഇത്തിരി ശരിയായിരിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള ചിന്തയോടുകൂടിയാണ് അവരെ തമ്മിൽ കാണുന്നത്. ഓക്കെ, അടുത്തത് കാണുന്ന രണ്ടുപേര്, രണ്ടാമത്തേതിൽ ഓപ്പൺനെസ് ആൻഡ് ആക്സെപ്റ്റൻസ്. കണ്ടോ, അവർ നേരെയാ നിൽക്കുന്നത്, അവരുടെ കൈ കെട്ടിയിട്ടില്ല, കാല് കെട്ടിയിട്ടില്ല, മുഖത്ത് അവരുടെ എക്സ്പ്രഷൻ പ്ലസന്റ് ആണ്. ഓക്കെ, അപ്പൊ അവർ സംസാരിക്കും ഇങ്ങനെ, കൈ ഇങ്ങനെ ഓപ്പൺ, നമ്മൾ ഈ പാം ഓഫ് ദ ഹാൻഡ് കാണിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ ഓപ്പൺ, സിൻസിയർ ആണ് നമ്മൾ എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓപ്പൺനെസ് ആൻഡ് ആക്സെപ്റ്റൻസ്. അവർ തമ്മിൽ താല്പര്യത്തോടുകൂടിയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സെപ്റ്റ് ചെയ്തുമാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇരിപ്പെന്ന് വിചാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കൈയും കാലും ക്രോസ് ചെയ്ത് ആണ് ഇരിക്കുന്നത്. ഇതൊരു ഡിഫെൻസീവ് പോസ്ചറാണ്. ഡിഫെൻസീവ് പോസ്ചർ മീൻസ് ഞാൻ കേൾക്കാൻ തയ്യാറല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഐ എം നോട്ട് ഓപ്പൺ ടു കമ്മ്യൂണിക്കേറ്റിംഗ് ഓൺ എനി ലെവൽ, എനിക്ക് ഒന്നും കേൾക്കണ്ട എന്നാണ് ഈ പോസ്ചറിന്റെ അർത്ഥം. ഓക്കെ, നൗ ഈ മനുഷ്യൻ ഈ കാല് വെച്ചിരിക്കുന്നത് കണ്ടോ, ചിലർ 4 ഇങ്ങനെ എഴുതത്തില്ലേ, ഒറ്റ ഇങ്ങനെ, ആ ഒരു രീതിയിലാണ് ഈ മനുഷ്യൻ. ദിസ് ഇസ് ദ അമേരിക്കൻ ഫിഗർ 4. ഓക്കെ, ആ രീതിയിലാണ് അയാൾ ഇരിക്കുന്നത്. ദാറ്റ് ഷോസ് ദാറ്റ് ഈസ് റെഡി ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ആർഗ്യൂ ദ പോയിന്റ്. എന്നുവെച്ചാൽ അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനായിട്ട് തയ്യാറായാണ് അയാൾ ഇരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ബട്ട് ലുക്ക് അറ്റ് ദിസ്, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷനും നോക്ക്. ഹിസ് ലിപ്സ് ആർ ഓൾ ക്ലാംപ്ഡ്, കാലിങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുക. ഓക്കെ, ദാറ്റ് ഇസ് ദ ലെഗ് ക്ലാംപ്. ഓക്കെ, ദാറ്റ് ഇസ് ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്, കോമ്പറ്റീറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ ടു പ്ലേസ്. ഓക്കെ, കമ്പീറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് കാണുന്നത്. Now look at these two people. രണ്ടുപേരുടെയും നെഗറ്റീവ് ഇമോഷൻ ആണെന്ന് നമുക്ക് മുഖത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഒരാളുടേത് ലുക്സ് ലൈക്ക് ഹീസ് ആംഗ്രി ആൻഡ് ഹി വാണ്ട്സ് ടു എന്തൊക്കെയോ തിരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. ഓക്കെ, ഹി ഈസ് ഷോയിങ്. ഇപ്പുറത്തെ സൈഡിൽ ആള്
നെ കണ്ടാ അറിയാം പേടിച്ചും അത്ര ഷുവർ അല്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഷുവർ അല്ല, ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. രണ്ടും നെഗറ്റീവ് ഇമോഷൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഈസ് ക്ലച്ചിങ് ദ ഹാൻഡ്സ്. ഈ മനുഷ്യന്റെ പിക്ചർ കാണുവാണെങ്കിൽ ഈസ് ക്ലച്ചിങ് ദ ഹാൻഡ്സ് ഓഫ് ഹിസ് ചെയർ ആൻഡ് ഹിസ് ലെഗ് ഇസ് ക്രോസ്ഡ്. ഓക്കെ, അതേപോലെ ഈ സ്ത്രീയുടെ നോക്കിക്കഴിഞ്ഞാൽ ഷോൾഡർ ഒക്കെ മുന്നോട്ട് ചാഞ്ഞാണ് ഇരിക്കുന്നത്. അതേപോലെ കൈ ഈ ഒരു രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഈസ് പ്ലേയിങ് വിത്ത് ഹെർ ഫിംഗേഴ്സ് ആൻഡ് ഹെർ ഹാൻഡ്സ് ആർ closed, clenched, and her leg is also crossed. Okay, it shows that she is not sure what is going to happen. Okay, this is the body language. Now look at the ആദ്യത്തെ ആള്. അയാളുടെ ഹിപ്പയിൽ കൈ വെച്ചിട്ടാണ് നിൽക്കുന്നത്. മുഖമൊക്കെ ചിരിച്ച് നെഞ്ചൊക്കെ വിരിച്ചാണ് നിൽക്കുന്നത്. ദിസ് ഇസ് എ ഡോമിനന്റ് പോസ്. ഓക്കെ, അതേ രീതിയിലാണ് ഈ സെക്കൻഡ് പിക്ചറിലെ രണ്ടാമത്തെ ആൾ നിൽക്കുന്നത്. ഒരാള് പോക്കറ്റിൽ കൈ വെച്ച് ഷോൾഡറൊക്കെ സ്ലംപ്ഡ് ആയിട്ട് മുഖത്തിന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ കാല് കണ്ടോ, രണ്ടുപേരുടെയും കാല് വെളിയിലോട്ട്, the കാലിന്റെ direction is not faced towards each other. Instead it is faced away from each other. Okay, അങ്ങനെ കാല് ഇരിക്കുമ്പോൾ തന്നെ it shows that one and ഒരാള് ഇങ്ങനെ ഹിപ്പയിൽ കൈ വെച്ചും നെഞ്ചു വിരിച്ചും നിൽക്കുന്നു, മറ്റേ ആള് കൈ പോക്കറ്റിൽ ഇട്ടിട്ട് ഇങ്ങനെ കുനിക്കൂടി നിൽക്കുന്നു. ഓക്കെ, ഇറ്റ് ഷോസ് ദാറ്റ് വൺ പേഴ്സൺ ഇസ് ഡോമിനേറ്റിംഗ് ഓവർ ദി അതർ. അതിലെ ഡോമിനന്റ് പേഴ്സൺ ആരാണെന്നും സബ്മിസീവ് പേഴ്സൺ ആരാണെന്നും ഉള്ളത് നമുക്ക് ആ ബോഡി ലാംഗ്വേജിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, എൽബോയുടെ ഇത് വെച്ചിട്ടാണ്. എൽബോസ് ഔട്ട് ആണെങ്കിൽ ഇറ്റ് ഷോസ് ഡോമിനൻസ്, എൽബോസ് ഇൻ ആണെങ്കിൽ ഇറ്റ് ഷോസ് submission. ഓക്കെ, ഇത്രയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ബോഡി ലാംഗ്വേജ് ക്യൂസ്. ദർ ആർ ലോട്ട്സ് മോർ. ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽ കിട്ടും. ഓക്കെ, ആക്ടിവിറ്റി ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യുക. എന്തുവാ ചെയ്യേണ്ടത്? നിങ്ങൾ വെറെവർ യു ആർ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, അല്ല നിങ്ങൾക്ക് വേറെ ആരെങ്കിലും വെളിയിലുള്ളവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒബ്സർവ് ചെയ്യുക. ഇനി പോട്ടെ, ഏതെങ്കിലും ഒരു സിനിമയുടെ ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ആരെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ടേക്ക് നോട്ട് ഓഫ് 2 people ഇൻ യുവർ വിസിനിറ്റി. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള 2 പേരെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നോട്ട് ചെയ്യുക. എന്നിട്ട് അവരുടെ ബോഡി ലാംഗ്വേജിനെ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുക, നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എഴുതുക നിങ്ങൾ ആ ബോഡി ലാംഗ്വേജിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്, ആ ബോഡി ലാംഗ്വേജിൽ നിന്നും അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്. എന്നിട്ട് നിങ്ങൾ നെറ്റിൽ നോക്കുക, നിങ്ങൾ ആ മനസ്സിലാക്കിയ ബോഡി ലാംഗ്വേജും നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതും കറക്റ്റ് ആണോ. ഇതൊരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, 2 പേരുടെ. ദിസ് ഇസ് യുവർ ഫസ്റ്റ് ആക്ടിവിറ്റി ഫോർ ദ ലാബ് ക്ലാസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് അത് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് കേൾക്കാം. Okay. The next is paralanguage. So we are closing on body language. Body language only you can do a lot of studies on your own. Okay. Now we are looking at paralanguage. Paralanguage in which parallel to speaking, there are things which we do that tells people how we are feeling or what is exactly the meaning of our words. Okay, so it is the aspects of spoken communication that do not involve words, but it is conveyed through tone. ഞാൻ സംസാരിക്കുന്ന tone, inflection, ഞാൻ ഏത് രീതിയിലാണ് സംസാരിക്കുന്നത്, അപ്പോൾ എനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ, ഞാൻ എന്തോ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണോ സംസാരിക്കുന്നത്, അതൊക്കെ. ലൗഡ്നെസ്, സംസാരിക്കുന്നതിൻ്റെ ഒച്ചയുടെ ലൗഡ്നെസ്, പിച്ച്, ഹൈ പിച്ച്. ദേഷ്യം വരുമ്പോൾ ഹൈ പിച്ചിലായിരിക്കും ലേഡീസ് ഒക്കെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പാരലൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. വേർഡ്സ് ഉണ്ട്, സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഇതൊക്കെ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന കാര്യങ്ങളാണ്. പിച്ച് എന്ന് പറയുന്നത് ഹൈ ഓർ ലോനെസ് ഓഫ് വോയിസ്. ആണുങ്ങൾക്ക് സാധാരണ ലോ പിച്ചും ഹൈ, പെണ്ണുങ്ങൾക്ക് സാധാരണ ഹൈ പിച്ചും നോർമൽ കേസ്. പാടുമ്പം അത് ഇറ്റ് ഡിഫേഴ്സ്. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും ഒരാൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ
ഭയങ്കര സൗണ്ട് ലോ ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പേടിച്ചാ സംസാരിക്കുന്നത് അതേനേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഭയങ്കര ലൗഡായിട്ടാണ് സംസാരിക്കുന്നത്, ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ വലിയ ആളാണ്, ഞാനിപ്പോൾ ശരിപ്പെടുത്തി കളയെന്ന് പറയുന്ന ആ ഒരു അഗ്രസീവായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര ലൗഡായിട്ടാണ്, വഴക്കുണ്ടാക്കുന്ന പോലെ ലൗഡ് അലച്ച് സംസാരിക്കും. ഓക്കെ, ഇതാണ് വോളിയം. നമ്മുടെ സൗണ്ടിന്റെ വോളിയം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളുടെ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, അടുത്തത് റേറ്റ്. റേറ്റ് എന്ന് വെച്ചാൽ സ്പീഡ്. വെരി സ്ലോ ആയിട്ട് സംസാരിക്കുന്നത് ഷോസ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ അല്ല, എന്ത് പറയണം എന്നറിയത്തില്ല എന്നുള്ള ഒരു സ്റ്റേജിലാണ് വെരി സ്ലോ ആയിട്ട് സംസാരിക്കുന്നത്. ചിന്തിച്ച് ഉണ്ടാക്കി പറയുന്ന പോലെയാണ് അത് വരുന്നത്. സോ ഇറ്റ് ഷോസ് എ ലാക്ക് ഓഫ് കോൺഫിഡൻസ്. വെയർആസ് വെരി ഫാസ്റ്റ് മീൻസ് ലോസ് ഓഫ് കൺട്രോൾ. കൺട്രോൾ ഇല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കേണ്ടത് 120 to 160 വേർഡ്സ് പെർ മിനിറ്റ്. ക്ലാസ് എടുക്കുമ്പോഴല്ല കേട്ടോ, നിങ്ങൾ സെമിനാർ എടുക്കുമ്പോഴോ നിങ്ങളൊരു പബ്ലിക് പ്രസന്റേഷൻ നടത്തുമ്പോഴോ നമ്മൾ ആൾക്കാരുടെ മുഖം നോക്കി വേണം നമ്മുടെ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ഓക്കെ, പക്ഷേ when you are talking in general to people, this is the word speed that we use. Very slow ആയിട്ട് ഒരിക്കലും സംസാരിക്കില്ല, ബോറടിക്കും മനുഷ്യർക്ക്. ഓക്കെ, നൗ അടുത്തത് പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന പോലെ ക്ലിയർ ആയിരിക്കണം. എസ്പെഷ്യലി ഇഫ് വി ആർ ടോക്കിംഗ് ടു പീപ്പിൾ ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്. അപ്പം ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. എൻ്റെ മലയാളം, ഞാൻ ഒരു തമിഴനോടാണ് മലയാളം സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു പരിധിവരെ മനസ്സിലാകും. പക്ഷേ ഭയങ്കര സ്പീഡിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ക്ലിയർ ആയിട്ടും വേർഡ്സിനെ ഇനൻസിയേറ്റ് ചെയ്ത് നമ്മുടെ വാക്കുകൾ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ യൂസ് ചെയ്ത് മനസ്സിലാകുന്ന രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ഓക്കെ, പോസസ് ആൻഡ് സൈലൻസസ്. പോസസ് ആൻഡ് സൈലൻസസ് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ആ രീതിയിൽ തന്നെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് ഒന്ന് പോസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ടൈം തരുവാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എംഫസിസ് കൊടുക്കുകയാണ് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിലേക്ക്. അതേപോലെ നമ്മൾ ഡ്രാമയ്ക്കോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പബ്ലിക് സ്പീക്കിങ്ങിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ സ്ട്രാറ്റജിക് പോയിന്റ്സിൽ നമ്മൾ പോസ് ചെയ്യുന്നത് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മളൊരു കാര്യം പറഞ്ഞു, എന്നിട്ട് നമ്മൾ പോസ് ചെയ്യുമ്പോൾ അതിനൊരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അങ്ങനെയൊക്കെ സംസാരിക്കുന്നു ആർ ഓൾ പാരാ ലാംഗ്വേജ്. ബിക്കോസ് പോസ് എന്ന് പറയുന്നത് ഒന്നും സംസാരിക്കുന്നില്ല, പക്ഷെ ദാറ്റ് പോസ് ഹാസ് ഗോട്ട് മീനിങ്. ഓക്കെ, ഇതിനെയാണ് പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. വാക്കുകളോടൊപ്പം ഉപയോഗിക്കുന്ന കുറെ സ്ട്രാറ്റജീസിനാണ് പാരാ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഓബ്ജക്റ്റ് ലാംഗ്വേജ്. ഓബ്ജക്റ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചുറ്റിനും വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എല്ലാ 3 മാസം കൂടുമ്പോൾ പുതിയൊരു ടെലിഫോണുമായിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക, ടെലിഫോണല്ല മൊബൈൽ ഫോൺ ആയിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. എസ്പെഷ്യലി സ്റ്റുഡൻസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഐ വിൽ അസ്യൂം വീട്ടിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇഫ് ഐ നോ ദാറ്റ് ഇസ് നോട്ട് ദ കേസ്, ഐ വിൽ അസ്യൂം ദാറ്റ് വീട്ടുകാരെ ശല്യപ്പെടുത്തി പ്രശ്നം ഉണ്ടാക്കി പൈസ മേടിച്ച് അനാവശ്യമായിട്ട് ചെലവാക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് ഞാൻ അസ്യൂം ചെയ്യും. ഇനി ഇതും ട്രൂ അല്ല എന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ എന്ത് അസ്യൂം ചെയ്യും? ഇവൻ എന്തോ അശപ്പശകിൽ പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ അസ്യൂം ചെയ്യും. ഇതൊക്കെ നമ്മൾ പറയാതെ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ദീസ് ആർ അപ്പിയറൻസസ് വെച്ചിട്ട് ആൾക്കാർ നമ്മളെ കാണുമ്പം അവർ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് മനസ്സിലാക്കുന്നതാണ് ഈ ഓബ്ജക്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ്. ഓക്കെ, എൻ്റെ ഡ്രസ്സുകൾ, ഓക്കെ, ഞാനിടുന്ന ചെരുപ്പ്, ഞാനിടുന്ന ഓർണമെന്റ്സ്, വാച്ച്, എൻ്റെ ഫോണ്, അങ്ങനത്തെ ഒക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ ഫേസ് മേക്കപ്പോട് കൂടിയാണ്, ലേഡീസിൻ്റെ കാര്യം പറയുന്നതാണ്, നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്താണോ വരുന്നത്, തലമുടി ചെയ്യുന്നുണ്ടോ, കുളിക്കുന്നുണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ വെച്ചിട്ട് വി സേ എ ലോട്ട് ഓഫ് പീപ്പിൾ അസ്യൂം തിങ്സ് ബൈ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞാൻ ഭയങ്കര വില കൂടിയ കാറുമായിട്ടാണ് വരുന്നത്.
വില കൂടിയ കാറുമായിട്ട് വരുന്നെങ്കിൽ എന്താണ് ആൾക്കാർ അസ്യൂം ചെയ്യാൻ പോകുന്നത്? അവിടെ വീട്ടിൽ ശമ്പളം എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പൊ വീട്ടിൽ ഇഷ്ടം പോലെ ആസ്തിയുണ്ട്. ഇനി അത് ശരിയല്ല എന്നറിയാവുന്നുണ്ടെങ്കിൽ പിന്നെന്താ അസ്യൂം ചെയ്യുന്ന? ഹസ്ബൻഡിന് നല്ല ജോലിയായിരിക്കും. ഇനി അത് ശരിയല്ല എന്നറിയാവുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നെ അസ്യൂം ചെയ്യുന്നത്? ലോൺ എടുത്ത് കൂട്ടുകയാണ്. അങ്ങനെ അസ്യൂം ചെയ്യും. അങ്ങനെ നമ്മൾ പറയാതെ തന്നെ, ആരും പറയാതെ തന്നെ നമ്മുടെ അപ്പിയറൻസസ് കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ്. അത് ശരിയാവണമെന്നൊന്നുമില്ല, അതൊന്നും ശരിയാകണമെന്നൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ആ ഓബ്ജക്ട്സ് നമ്മളെ തന്നെ സറൗണ്ട് ചെയ്യുന്ന ഓബ്ജക്ട്സ് സ്പീക്സ് ടു പീപ്പിൾ. നമുക്ക് ആസ്തി ഇല്ലാതെയും നമ്മൾ ലോണൊക്കെ എടുത്ത് വലിയ കാറും വലിയ ടെലിഫോണും ഒക്കെ ആയിട്ട് നടക്കുന്ന ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പറയും ഇച്ചിരി പൊങ്ങച്ചക്കാരനാ എന്ന് പറയും. ഓക്കെ, സോ ദീസ് ആർ തിങ്സ് ദാറ്റ് ആർ ഓബ്ജക്റ്റ് ലൈൻസ്. നമ്മളെ തന്നെ സറൗണ്ട് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് ആൾക്കാർ നമ്മളെക്കുറിച്ച് ചില കൺക്ലൂഷൻസ് എത്തുന്നതിനാണ് ഓബ്ജക്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദി അതർ മോഡ്സ് ആർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇമോട്ടിക്കോൺസ് മെസ്സേജസിൽ, ഇമെയിൽസിൽ, നമ്മുടെ ഇപ്പോൾ വാട്സാപ്പ് മെസ്സേജസിലൊക്കെ നമ്മൾ ഇമോട്ടിക്കോൺസ് യൂസ് ചെയ്യും. ഇമോട്ടിക്കോൺസ് യൂസ് ചെയ്യുന്നത് സേസ് എ ലോട്ട് അബൌട്ട് അസ്. കഴിഞ്ഞ ദിവസം, അത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞു ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്തോ ഒരു കാര്യം എൻ്റെ മോനും മോളും കൂടെ ഒന്നിച്ച് ഒരു മെസ്സേജ് അയച്ചു. എനിക്കിപ്പോൾ എന്താണെന്ന് ഓർമ്മ വരുന്നില്ല. മെസ്സേജ് അയച്ചപ്പം സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖം സ്മൈൽ ചെയ്യുന്ന ഒരു മുഖം അയക്കുക, നല്ല കാര്യങ്ങളെ അയക്കത്തുള്ളൂ. അന്ന് ഞാൻ എന്തോ പറഞ്ഞു, ഒരു അമ്മ വീട്ടിലാണ്, ഞങ്ങൾ ഇവിടെ എന്തോ കഴിക്കുന്നു എന്നുള്ള കാര്യം ഏതാണ്ടാ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം ഈ നമ്മുടെ വാട്സാപ്പിൽ ഈ എന്താ പറയാ, ഈ അപ്പിയുടെ സ്മൈലിംഗ് ഫേസ് ഉള്ള ഒരു ഇമോട്ടിക്കോൺ ഉണ്ടല്ലോ, അതവിടെ ആദ്യമേ തന്നെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ തപ്പിയെടുത്തൊന്നുമല്ല, അത് അവരുപയോഗിച്ച് വല്ലതും ആയിരിക്കും. അത് ഞാൻ അന്നേരം അയച്ചു കൊടുത്തു. ഉടനെ എൻ്റെ മോള് മെസ്സേജ് അയച്ചിരിക്കുക, ഹു ആർ യു ആൻഡ് വാട്ട് ഹാവ് യു ഡൺ ടു അമ്മ? So see, it tells my children know me so well that they know I will not use such an emoticon. മറ്റുള്ളവർക്ക് എൻ്റെ ഒരു ക്യാരക്ടറിൽ അത് ചേരുന്നില്ല എന്ന് അവർ പെട്ടെന്ന് മനസ്സിലാക്കി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അത് ശരിക്കും ശരിയാണ്, ഞാൻ തപ്പിയെടുത്തതല്ല, അത് ഓൾറെഡി അവിടെ ഫ്രണ്ടിൽ കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് അയച്ചെന്നുള്ളതല്ലാതെ ഐ വുഡ് നെവർ യൂസ് സച്ച് ആൻ ഇമോട്ടിക്കോൺ എന്ന് പിള്ളേർക്ക് നന്നായിട്ട് അറിയാം. സോ യു സീ, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഞാൻ സീരിയസ് ആണ്, എനിക്ക് ഇങ്ങനെ ഒന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ സ്വഭാവത്തിൽ നിന്നും, ഞാൻ ചെയ്തിരിക്കുന്ന കോൺവെർസേഷനിൽ നിന്നും, ഞാൻ അയക്കുന്ന മെസ്സേജുകളിൽ നിന്നും they know that I will not use such an emoticon. Okay, so you understand, anything that we do, whatever we do, it speaks about our character to other people. നമ്മളെ കുറിച്ച് തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയാതെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അത് ഒരു കാര്യം. ഇനി അറൈവിങ് ലേറ്റ്, നമ്മുടെ ഇന്ത്യൻസിന്റെ ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ വെളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് nobody expects, ഈസ്റ്റേൺ കൾച്ചറിലുള്ളവർ, നോട്ട് ജസ്റ്റ് ഇന്ത്യൻസ്, പാകിസ്ഥാനീസ് ഓർ ശ്രീലങ്കൻസ് ഓർ ഈസ്റ്റേൺ കൾച്ചറിലുള്ളവർ സമയത്തിനും കാലത്തിനും വരുമെന്ന് ആരും പ്രതീക്ഷിക്കത്തില്ല. ഞാൻ വർക്ക് ചെയ്ത ഒരു ബ്രിട്ടീഷ് സ്കൂളിലാണ്. അപ്പൊ ബ്രിട്ടീഷ് സ്കൂളും മാനേജ്മെന്റ് ആൾക്കാരെല്ലാവരും തന്നെ ബ്രിട്ടീഷേഴ്സാണ്. അവര് 7:30 മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 7:30 അവിടെ ഉണ്ടായിരിക്കും. അവർ 2 മിനിറ്റ് നേരത്തെ വന്നാലും അവർ ഒരിക്കലും ലേറ്റ് ആയിട്ട് വരില്ല. ഓക്കെ, എന്നാൽ നമ്മൾ അങ്ങനെയല്ല. മെജോറിറ്റി അവിടെ എന്ന് വെച്ചാൽ കുറെ പഠിത്തവും ഒക്കെ ഒരു ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റി ആണല്ലോ. അപ്പം പഠിത്തമുള്ളവരും PhD ഉള്ളവരും ഒക്കെ എല്ലാവരും തന്നെ ഈ മെജോറിറ്റി ഹയർ പൊസിഷൻസിൽ ഇന്ത്യൻസ് ആണ്. പിന്നെ ഉള്ളവർ പാകിസ്ഥാനീസ്, ശ്രീലങ്കൻസ്, അങ്ങനെ കുറെ ആൾക്കാരാണ്, ഈസ്റ്റേൺ കൾച്ചർക്കാരാണ്, അറബികൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പം ഇവരാരും സമയത്തിന് വരത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളോട് ഒരു മീറ്റിങ്ങിന്റെ സമയം പറയുമ്പോൾ എപ്പോഴും ഒരു അരമണിക്കൂർ നേരത്തെ പറയും. ഈ അരമണിക്കൂർ നേരത്തെ പറഞ്ഞാലും കുറെ കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കൂല, ഇത് അരമണിക്കൂർ നേരത്തെ പറയുന്നതാണ്, എന്നാലും ലേറ്റ് ആയിട്ടേ വരത്തു. അതാണ് ഒരു ഇന്ത്യൻസിന്റെ കൾച്ചർ. അപ്പൊ 10 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാണ് ഒരു 10:30 ഒക്കെ ആകുമ്പോൾ ചെന്നാൽ മതി എന്നാണ്. ഓക്കെ, ദാറ്റ് ടെൽസ് എ ലോട്ട്. നമുക്ക് സമയത്തിന് വിലയില്ല.
വി ഡു നോട്ട് ഗിവ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ടു ടൈം എന്നാണ് അത് നമ്മളെക്കുറിച്ച് കൺവേ ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അത് പ്രശ്നമല്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, പക്ഷേ നമ്മളൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്നു, ബിക്കോസ് ദേ ഗിവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു ടൈം. അന്നേരം അത് ഗിവ്സ് എ ബാഡ് ഇംപ്രഷൻ. നമ്മൾ പങ്ക്ച്വൽ അല്ല എന്നുള്ള ഒരു ഇംപ്രഷനാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. സോ ദാറ്റ് സ്പീക്സ് അബൌട്ട് us. ഓക്കെ, ഫെയിലിംഗ് ടു അറൈവ്. നമ്മളിപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുക, അതെന്താണ് പറയുന്നത്? മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് കരുതലില്ല എന്നാണ് അത് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് വിളിച്ചു പറയാമല്ലോ, ഞാൻ വരില്ല, എനിക്ക് ഇന്ന ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. ഒരു ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡാണ് അത് കാണിക്കുന്നത്. ഇറ്റ് കൺവേസ് എ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇഗ്നോറിങ് സമ്മൺ. നമ്മൾ ഒരാളെ കണ്ടു, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നതേയില്ല. ഒരു ചിരിക്കെങ്കിലും, ഞാൻ അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, പക്ഷെ ഞാൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, എനിക്ക് അറിയാവുന്ന ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊന്ന് ചിരിക്കെങ്കിലും ചെയ്യും, ടു ഷോ ദം ദാറ്റ് ഞാൻ സംസാരിക്കാത്തത് എൻ്റെ ഒരു സ്വഭാവം കാരണമാണ്, അല്ലാതെ ഐ ഹാവ് നത്തിങ് എഗെയിൻസ്റ്റ് യു എന്ന് കാണിക്കാനായിട്ട്. വെൻ വി ഇഗ്നോർ നമ്മൾ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, അവർ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്ന് മാത്രമല്ല, ഇറ്റ് ഷോസ് ദാറ്റ് നമ്മൾ തമ്മിലുള്ള ബന്ധം അത്ര ശരിയല്ല എന്നാണ് ഇറ്റ് ഷോസ്. നമുക്ക് വി ഹാവ് സംതിങ് എഗെയിൻസ്റ്റ് ദം എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, റിമെമ്പറിങ് എ പേഴ്സൺ ഓൺ ഇമ്പോർട്ടൻറ്റ് ഓർ ആൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, എസ്പെഷ്യലി ആൺകുട്ടികൾ. നിങ്ങളിനി ഇപ്പം ചെറിയ കുട്ടികളാണ്, വലുതായി കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു കാര്യം വളരെ ഓർത്തോണം. ഓക്കെ, നിങ്ങളുടെ ഭാര്യമാരുടെ ബർത്ത്ഡേ ഓർത്തിരുന്നോണം, കല്യാണം കഴിച്ച ദിവസം ഓർത്തിരുന്നോണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മറന്നാൽ ഇറ്റ് ഷോസ് ദാറ്റ് അത്രയ്ക്കുള്ള കെയറേ ഉള്ളൂ, അവരെ വില കൊടുക്കുന്നില്ല. ഞാൻ അങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ അങ്ങോട്ട് പറയാതെ മാരേജ് ഡേറ്റ് ഓർത്തിട്ടില്ല, എന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ അത് എൻ്റെ മനസ്സിൽ പറയുന്നത് എന്താണ്? ഇറ്റ് മേ നോട്ട് ബി ദാറ്റ്, ഞാൻ പറഞ്ഞല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും ഡിഫറെൻ്റ് ആണ്, പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണ്? അത്രക്കുള്ള ഇമ്പോർട്ടൻസേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരാളായി, അത്ര തന്നെ എന്നേ ഉള്ളൂ എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുപോലെ ഒരാളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്, ബർത്ത്ഡേ ഓർത്തിരിക്കാതിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വലിയ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് പരിപാടിയൊന്നുമില്ല, പക്ഷെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമല്ലോ, അതിനാർക്കും ചെലവില്ലല്ലോ. അതൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുമ്പം അത്രയ്ക്കുള്ള ഇമ്പോർട്ടൻസേ ആ പേഴ്സണിന് നമ്മുടെ ജീവിതത്തിൽ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മെസ്സേജ് കൺവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്ര നമ്മൾ കെയറിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, സെൽഫ് സെൻറ്റേർഡ് ആണെന്നുള്ളൊരു ഇൻഫർമേഷനാണ് അവിടെ കൺവേ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് സേസ് സംതിങ് അബൌട്ട് അസ് ടു അതേഴ്സ്. കീപ്പിംഗ് ഇൻ ടച്ച്. കീപ്പിംഗ് ഇൻ ടച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം നോട്ട് വെരി ഗുഡ് അറ്റ് കീപ്പിംഗ് ഇൻ ടച്ച്. ഓക്കെ, പക്ഷെ ഒരാളെ ഇടയ്ക്ക് ഓർക്കുമ്പോൾ ഒരു മെസ്സേജ് ഇടാവില്ല, ഹൗ ആർ യു ഡൂയിങ്. ഇറ്റ് വിൽ ഷോ ദം ദാറ്റ് വി ആർ തിങ്കിങ് അബൌട്ട് ദം. ഓക്കെ, ദാറ്റ് വി കെയർ അബൌട്ട് ദം, നമ്മൾ മറന്നിട്ടില്ല അവരെ എന്ന് നമുക്ക് കാണിക്കാനായിട്ട് കഴിയും. ഓക്കെ, എസ്പെഷ്യലി ക്ലോസ് റിലേഷൻസ്. ഇപ്പം പെൺപിള്ളേർ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വളർത്തി വലുതാക്കിയ അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും നിങ്ങൾ മറന്നു പോകുവാണെങ്കിൽ ഇറ്റ് സേസ് സംതിങ് അബൌട്ട് യുവർ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ തിരിച്ചും, ഓക്കെ, കല്യാണം കഴിഞ്ഞ് ആണുങ്ങളാണേലും അവരുടെ അപ്പനെയും അമ്മയും അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും അവർ നമുക്ക് വേണ്ടി ജീവിച്ചത് വെറുതെ ആയിപ്പോയി എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ അവരെ കരുതുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്നും കാണാനായിട്ട് കഴിയുന്നത്. ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്നും ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നത്. ദേ ഡോണ്ട് കെയർ, അവരുടെ കാര്യത്തിലാണ് അവർക്ക് സെൽഫിഷ് ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഓരോരുത്തർക്കും ഇത് അവരുടെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്യാരക്ടറിലുള്ള കാര്യമാണ്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ നമ്മളെ തന്നെ ഒന്ന് മോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഓക്കെ, 100% ചെയ്യാൻ കഴിയുമെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മൾ ഈ ഏത് ഏരിയയിലാണോ നമുക്ക് കുറവുകളുള്ളത് അത് മനസ്സിലാക്കി അതിനെ ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ശ്രമം നടത്താം. ദാറ്റ് വിൽ കീപ് അവർ റിലേഷൻഷിപ്സ് ഗുഡ്. Okay, both work environment and personal environment will be good. So these are the other modes of communication. Parayada parayunna karyanga. With this, I am stopping today's class. Okay, ഇന്നത്തെ ലാബ് ഇതും കൊണ്ട് ഞാൻ നിർത്തുകയാണ്.
ഈ വീഡിയോയുടെ ലിങ്കിൽ ഞാൻ ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ലിങ്ക് ചെയ്തേക്കാം ഫോർ നോൺ വെർബൽ ക്യൂസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു ക്യാൻ ഡു ദാറ്റ്. ആൻഡ് അതിൻ്റെ ആൻസറും ഔട്ട്പുട്ടും നിങ്ങൾക്ക് വർക്കിൽ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ടും നിങ്ങൾക്ക് ഈ നോട്ട്ബുക്കിൽ എഴുതി വെക്കാവുന്നതാണ്. If you have any doubts, please ask me or message me, send comments, whatever, whichever way is comfortable for you, you can do that, and I will see to it that I clear your doubts. Thank you.